അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിക്കാൻ വേണ്ടി സംവിധാനിച്ച സംവിധാനങ്ങളിൽ ഏറ്റവും ബെനിഫിറ്റ് നിറഞ്ഞ ഒരു സംഗതിയാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. കാഴ്ചയിൽ കുഞ്ഞനാണ്, പലപ്പോഴും നമ്മളതിനെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് കഴിച്ചവരില്ല, ഇന്നലെ കഴിച്ചവരില്ല, മിനിഞ്ഞാന്നും കഴിച്ചിട്ടില്ല. എത്ര ഗുണങ്ങളാണ് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. നെല്ലിക്കയുടെ 18ഓളം അത്ഭുത ഗുണങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ മരുന്നിലൂടെ കയറി വന്നിട്ടുള്ള വിഷാംശങ്ങൾ, ഫുഡിലൂടെ കയറി വന്നിട്ടുള്ള പോയിസൻ്റെ അംശങ്ങൾ, വാക്സിനിലൂടെ കയറി വന്നിട്ടുള്ള പോയിസൻ്റെ അംശങ്ങൾ ഒരാൾക്ക് പുറത്തേക്കത് റിജക്റ്റ് ചെയ്ത് കളയണം, പുറത്തേക്ക് അതിനെ ഒഴിവാക്കി കളയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരാൾക്ക് രോഗം വരാതെ ഇമ്മ്യൂണിറ്റിയോടെ ജീവിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ നെല്ലിക്ക ഉപയോഗപ്പെടുത്തിയാൽ മതി. അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫضൽ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മിൽ വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ തുറന്നു നൽകുന്ന നിഅമത്തുകൾ കയ്യും കണക്കില്ല. വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല കൂട്ടരെ, നടക്കില്ല. അത്രയേറെ നിഅമത്താണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന ഭൂമിയിലെ സംവിധാനങ്ങൾ. ഓരോന്നും റഹ്മത്താണ്, ഓരോന്നിലും പ്രിയപ്പെട്ടവരെ ഓരോ ഫായിദകളാണ്. പലതും നമുക്കറിയാം, പലതും അറിയില്ല. അങ്ങനെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി നൽകിയ ഒരു വലിയ അത്ഭുതകരമായ ഒരു നിഅമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കണ്ണിൽ ചെറുതായി കാണുന്ന നെല്ലിക്ക എന്ന് പറയുന്നത്. ഞാൻ പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ വേണ്ടി ഒരു താല്പര്യം വന്നു. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും തോറും ആ ഒരു ചെറിയ കുഞ്ഞൻ നെല്ലിക്കയിൽ പോലും അള്ളാഹു വച്ചിരിക്കുന്ന നിഅമത്തുകളുടെ ബെനിഫിറ്റ് എത്ര വിശാലമാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ പൂർവികരായ, അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ മിഠായി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എന്തു വാങ്ങിയിട്ടുണ്ട്, നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. അത് 10 വയസ്സ് 25 വയസ്സൊക്കെ കൊടുത്തിട്ട് വലുതും ചെറുതുമായി നെല്ലിക്കൊക്കെ വാങ്ങും. അതിങ്ങനെ വായിലിട്ട് ചവച്ച് അവസാനം നമ്മളതിൻ്റെ കുരു, സീഡ് വരുമല്ലോ, അതും കൂടെ കടിച്ച് ചവച്ചരച്ചത് നാവിൻ്റെ അടിയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകും. എങ്കിലും അതുവരെ കടിച്ച് ചവച്ച് തിന്നുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പഴയ കാലത്തൊക്കെ നമ്മുടെ കാരണവന്മാരൊക്കെ, പഴയ ആളുകളെല്ലാം അതിൻ്റെ പല രീതിയിലുള്ള കഴിക്കുന്ന രീതികൾ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. നെല്ലിക്ക നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് അച്ചാറിടുന്ന, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കുന്ന, പല അവസ്ഥയും നെല്ലിക്ക തേനിലിട്ട് വെക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് രീതികളിൽ അതിനെ ഉപയോഗിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ നെല്ലിക്ക എന്ന് പറയുന്ന ഈ കുഞ്ഞൻ വസ്തുവിൻ്റെ നമ്മൾ പലപ്പോഴും അതിനെ വലിയൊരു പരിഗണന കൊടുക്കാറില്ല. നമ്മൾ വലിയ പേരറിയാത്ത ഫ്രൂട്ട്സുകളുടെയും പേരറിയാത്ത വെജിറ്റബിൾസിൻ്റെയും പിന്നാലെ നമ്മൾ പോകാൻ ഭയങ്കര ഉഷാറാണ്. ഇത് നമുക്ക് കുഞ്ഞുനാൾ മുതൽ പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനായ, അങ്ങനെ പറയാമല്ലോ, നമ്മുടെ നാടൻ ഒരുപാട് സ്ഥലങ്ങളിൽ, പല വീടുകളിലും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ പല വീടുകളിലും നെല്ലിമരം ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നെല്ലിക്ക ഒരേപോലെ ആരോഗ്യവും സൗന്ദര്യവും നമുക്ക് നൽകുന്ന ഒരു വലിയ അത്ഭുതകരമായ ഒരു ഭക്ഷ്യവസ്തുവാണ് നെല്ലിക്ക. ആരോഗ്യം നൽകും, അതോടൊപ്പം സമാനമായി സൗന്ദര്യവും, രണ്ടും കൂടെ നമുക്ക് നൽകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 5 രുചികളിൽ 4 രുചികളും സമ്മേളിക്കുന്നുണ്ട് ഈ നെല്ലിക്കയിൽ. അതിൽ ഉപ്പാണ് ഒരല്പം കുറവ്, ആ ടേസ്റ്റ് കുറവ്. അത് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കഴിക്കുന്നൊരു പതിവ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ, ഇപ്പോൾ വലുതായും മുതിർന്ന ആളുകളും അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. വീട്ടിൽ നമ്മുടെ മക്കൾ കഴിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ കൂടെ കൂടും. അപ്പോൾ 4 രുചികൾ, 5 രുചികളിൽ 4 ടേസ്റ്റുകളും ഒരുമിച്ച് കൂടുന്ന ഒരു അത്ഭുതകരമായ ടേസ്റ്റുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കലവറയാണ്.
ഡോക്ടർമാരുടെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, വൈറ്റമിൻ സി അറിയാലോ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 30 ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ പവർ ഒരു നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില ഡോക്ടർമാരുടെ ക്ലാസ് ശ്രദ്ധയിൽപ്പെട്ടു. ഏതായിരുന്നാലും അത് എത്രത്തോളം അളവ് കൃത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും വൈറ്റമിൻ സിയുടെ വലിയൊരു കലവറ തന്നെ നമുക്ക് ഇതിനകത്ത് നെല്ലിക്കയിൽ കാണാൻ പറ്റും. ഇമ്മ്യൂണിറ്റി പവർ, വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റാണല്ലോ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ, രോഗം വരാതിരിക്കാൻ, രോഗപ്രതിരോധ ശേഷി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഒരു കാറ്റടിച്ചാൽ രോഗം, ഒരു മഴയൊന്ന് ചാറിയാൽ രോഗം, ഇങ്ങനെയാണല്ലേ. വീട്ടിൽ ഒരാൾക്ക് ജലദോഷം വന്നാൽ പിന്നെ ആകപ്പാടുകൂടെ രോഗം. ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് രോഗം. ഒരു ബൈക്കിൽ യാത്ര ചെയ്താൽ പൊടിയടിച്ചു അപ്പം തന്നെ രോഗം. വീട്ടിൽ അടിച്ചു വാരുമ്പോൾ അല്ലെങ്കിൽ മാറാലെ അടിക്കുമ്പോൾ സഹോദരിമാർക്ക് തുമ്മൽ, ചീറ്റിൽ, അങ്ങനെ രോഗം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, അല്ലേ. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവ്, അത് വലിയൊരു വിഷയമാണ്. ഇമ്മ്യൂണിറ്റി, അതാണ് ഏറ്റവും വലിയ ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയാണ്, രോഗപ്രതിരോധ ശേഷി. അതൊരു ശരീരത്തിന് കൂട്ടിയെടുക്കാൻ ഏറ്റവും പവറുള്ള നെല്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബന്ധമില്ല. ഇന്ന് നെല്ലിക്ക കഴിച്ച ആളുകളുണ്ടോ, കഴിക്കാൻ പോകുന്നവരുണ്ടോ എന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല. ഇന്നലെ കഴിച്ചവരുണ്ടോ, മിനിഞ്ഞാന്ന് കഴിച്ചവരുണ്ടോ, ഞാൻ എപ്പോഴോ ഒന്ന് കഴിച്ചിട്ടുണ്ട് നമ്മൾ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ഫുഡിൽ നമ്മൾ കൊണ്ടുവരേണ്ട വളരെ ഗുണമുള്ള ഒരു സംഗതിയാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അദ്ദേഹം വലിയ പരിഗണിക്കണം. ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിൻ്റെ കൂട്ടുക. അതേപോലെ തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ അത് ഒരു പരിധിവരെ റിമൂവ് ആയി പോകും, നീങ്ങിപ്പോകുന്ന കാര്യമാണ് നെല്ലിക്ക നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ യൂറിൻ, നമ്മുടെ മൂത്രതടസ്സം, അതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ നീങ്ങിക്കിട്ടി റാഹത്താകാൻ വേണ്ടി നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് ഫലം കിട്ടുന്നതാണ്. അതേപോലെ പ്രമേഹം, ഷുഗർ രോഗികളായ ആളുകൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഒരു ഫുഡ് നമ്മൾ കഴിക്കണം, ഈ ഒരു സംഗതി നമ്മൾ കഴിക്കണം. കാരണം അതിനൊരുപാട് ഗുണങ്ങൾ കിട്ടും, ഷുഗർ രോഗികൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, കണ്ണിൽ റേഡിയേഷൻ പ്രയാസങ്ങൾ. നമ്മൾ ഒരുപാട് ഫോൺ നോക്കുന്നവരാണ്, അതേപോലെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ പല നിലക്കുമുള്ള റേഡിയേഷൻ ബാധിച്ചിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവുണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും, അങ്ങനെ പല പ്രയാസങ്ങളുണ്ടാകും, കണ്ണ് സംബന്ധമായ പ്രയാസങ്ങൾ. അതുപോലെ കാഴ്ചക്ക് നല്ല പവർ ഉണ്ടാവുക വലിയൊരു കാര്യമാണ്. അതൊക്കെ നെല്ലിക്കയിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. തീർച്ചയായിട്ടും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ടോ, പതിവായി നെല്ലിക്ക ഉപയോഗിച്ചാൽ അത്ഭുതകരമായി മാറ്റം ഉണ്ടാവും. അതേപോലെ ആറാമത്തെ ഒരു കാര്യം, മലബന്ധം, ശോധനക്കുറവിൻ്റെ പ്രയാസം, ദഹനക്കേടിൻ്റെ പ്രയാസം, ഇതെല്ലാം പരിധിവരെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഏഴാമത്തത് ഇൻഫ്ലമേഷൻ, നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും നീർക്കെട്ടുണ്ടാവും, വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട 3/4 ഭാഗവും നീർക്കെട്ടിൻ്റെ പ്രയാസങ്ങളാണ്, ഇൻഫ്ലമേഷൻ. ആ നീർക്കെട്ടിനെ വലിച്ചു കളയാൻ ഏതിന് പവറുണ്ട്? നെല്ലിക്കക്ക് പവറുണ്ടെന്നാണ്. അള്ളാഹു വച്ചിരിക്കുന്ന ഒരു നിഅമത്ത് നോക്കി, ആ ചെറിയൊരു വസ്തുവിൽ പോലും അള്ളാഹു വച്ചിരിക്കുന്ന എത്രയോ ഗുണങ്ങളാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. ഇത് ഭാഗ്യമില്ലാത്ത ആളുകൾ, രോഗം തുടരാൻ അള്ളാഹുവിൻ്റെ തീരുമാനമുള്ളവർ അങ്ങനെ പോകും, ഇതൊന്നും കഴിക്കാൻ അവസരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ എട്ടാമത്തൊരു കാര്യം, യൗവനം നിലനിർത്താൻ. യൗവനം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വയസ്സാകും, പക്ഷേ നമുക്കിവിടെ 30 വയസ്സാകുമ്പോഴേക്ക് 50-60 വയസ്സിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. 50 വയസ്സാകുമ്പോൾ നമുക്ക് 70-80 വയസ്സിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം നേരത്തെ വരുന്നൊരവസ്ഥ. അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ, യൗവനം നിലനിർത്താൻ ഏറ്റവും ബെനിഫിറ്റാണ് നെല്ലിക്ക കഴിക്കുന്നതിലൂടെ. 9ാമത്തത്, നമ്മുടെ സ്കിൻ ഡിസീസുകൾ, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന കലകളാകട്ടെ, കറുത്തപാടുകളാകട്ടെ, തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളായിക്കോട്ടെ, ചൊറിച്ചിൽ പ്രയാസങ്ങൾ, അതിനൊക്കെ ഒരു പരിധിവരെ നീക്കം ചെയ്ത് കളയാൻ നെല്ലിക്ക എന്ന് പറയുന്ന ആ അത്ഭുത ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ആ അത്ഭുത വസ്തുവിലൂടെ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറിപ്പോവും. അതുതന്നെ നമ്മുടെ മുഖം കണ്ടാൽ തീരെ നമ്മുടെ വയസ്സ് പറയാൻ തന്നെ വേറെ ആൾക്ക് പറ്റില്ല. ചെറുപ്പമായിട്ട് തന്നെ തോന്നും, മുഖത്ത് ചുളിവുകൾ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. നല്ല തിളക്കമുള്ള നമ്മുടെ സ്കിൻ നല്ല തിളക്കമുണ്ടാവും, നല്ല തിളങ്ങിയ അവസ്ഥയിലുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഈ ഒരു ഫുഡിലൂടെ അള്ളാഹു നൽകുന്ന ഗുണങ്ങളാണ്, നിഅമത്തുകളാണ്, ഇതന്നെയാണ്. അപ്പോൾ ആ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. 10ാമത്തെ കാര്യം, കൊളസ്ട്രോൾ, അതിനെ നിയന്ത്രിക്കാൻ പറ്റും.
കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ 11ാമത്തെ ഒരു കാര്യം വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും നെല്ലിക്ക. അതേപോലെ തന്നെ 12ാമത്തെ ബെനിഫിറ്റ് മുടി തഴച്ചു വളരാൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ വലിയ ഗുണങ്ങൾ കിട്ടും. മുടി തഴച്ചു വളരും. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കഴിക്കാം നമുക്ക്. പിന്നെ അത് ചാറാക്കി ജ്യൂസാക്കിയിട്ട് തലയിൽ തേച്ചു പിടിപ്പിക്കുക. അതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് വെളിച്ചെണ്ണയുമായി ചേർത്തിട്ട്. 13ാമത്തത് ഫംഗസ്, താരൻ്റെ പ്രശ്നമുള്ള ആളുകൾ എത്ര ട്രീറ്റ് ചെയ്തിട്ടും മാറുന്നില്ല. അതിന് വലിയൊരു മരുന്നാണ് നെല്ലിക്ക. നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ നെല്ലിക്ക നീരെടുത്താൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, നല്ല പ്യൂർ വെളിച്ചെണ്ണ. ഇത് രണ്ടും സമാസമം എത്രയാണ് എടുക്കുന്നത് സമാസമം ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് സമയം ഒരു മരുന്ന് പോലെ പിടിച്ചിരിക്കാൻ പാകത്തിന്. അത് തീർച്ചയായിട്ടും താരൻ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. 14ാമത്തെ കാര്യം, അത്തരം കാര്യങ്ങൾ കഴിക്കുന്നതിലൂടെ പോലും നമുക്ക് അകാല നര 30 വയസ്സാകുമ്പോഴത്തേക്കും നരയ്ക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് പെട്ടെന്ന് നര ബാധിക്കും. നമ്മളെപ്പോഴും അങ്ങനെ പാരമ്പര്യം എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. പലപ്പോഴും ചില വൈറ്റമിൻസുകൾ കുറഞ്ഞു പോകും. നമ്മൾ തിരക്കിനിടയിലുള്ള ജീവിതത്തിൽ വേണ്ടത് പലപ്പോഴും കുറഞ്ഞു പോകും, വേണ്ടാത്ത കൂടിപ്പോകും. ഇതൊരവസ്ഥയാണ്. അതിനൊരു പരിധിവരെ അകാല നര, അതായത് നല്ല കറുത്ത മുടി ഉണ്ടാവും, നര വൈകിപ്പോകും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നരയ്ക്കുന്ന ടെൻഡൻസി ഇല്ലാതെയായി പോകും. അകാല നര നമുക്ക് വലിയ കാവലുണ്ടാകും എന്ന് അതിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. മുടിക്കല്ല കറുപ്പുണ്ടാവും. 15ാമത്തെ കാര്യം, ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മക്കളൊക്കെ കഴിക്കണം, മക്കൾക്ക് കൊടുക്കണം. അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടും. കുറച്ച് കല്ലുപ്പ് കൂടെ ചെറുതായിട്ടൊന്ന് ചേർത്തിട്ട് കഴിക്കാൻ കൊടുത്താൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ മക്കളൊക്കെ കഴിക്കും. കുഞ്ഞുമക്കളൊക്കെ കഴിക്കുന്നത് കാണാൻ, നെല്ലിക്ക കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. സാധാരണ ഗുണങ്ങൾ പറയുമ്പോൾ പല നന്മകളുടെയും ഗുണങ്ങൾ കാരണവന്മാർ പറയും മുതിർന്നവരുടെ വാക്ക് നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന ആണല്ലോ. ഒരു പ്രത്യേകമായി ഞാൻ പറഞ്ഞല്ലോ 4 രസങ്ങളും 4 ടേസ്റ്റുകളും ചേരുന്നുണ്ട് ആ ഒറ്റ വസ്തുവിൽ തന്നെ. അപ്പോൾ ഏതായിരുന്നാലും ബ്രെയിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. 16ാമത്തെ കാര്യം, പൈൽസ് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും പൈൽസിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട്. അതേപോലെ തന്നെ 17ാമത്തെ ഒരു കാര്യം, അടിവരയേണ്ട ഭാഗമാണ്, നമ്മുടെ ലൈംഗിക തകരാറുകൾ മുഴുവൻ പരിഹരിക്കപ്പെടും. നല്ല ലൈംഗിക ആരോഗ്യം ഉണ്ടാകാൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വിശദീകരിക്കേണ്ടതാണ്, ഞാൻ വിശദീകരിക്കാത്തത് സമയക്കുറവ് കൊണ്ടാണ്. ലൈംഗികപരമായ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ. അതേപോലെ നെല്ലിക്ക കഴിച്ച കിട്ടുന്ന 18ാമത്തെ ഒരു ബെനിഫിറ്റ്, ശ്വാസം മുട്ട് പ്രയാസമുള്ള ആളുകൾ അത് തീരെ മാറുന്നില്ല, ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതേപോലെ കഫത്തിൻ്റെ ശല്യം, ജലദോഷവും അതേപോലെ ചുമയൊക്കെയായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്, മാറുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നെല്ലിക്ക എങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും? സാധാരണ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് പച്ചക്ക് കഴിക്കാം, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ലേശം ഒരല്പം പൊടിയുപ്പല്ല കല്ലുപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്ത് കഴിക്കാം. ഭയങ്കര ബെനിഫിറ്റാണ്. ടേസ്റ്റിനും നമുക്ക് കൂടുതൽ സുഖകരമായി അത് തോന്നാൻ ഇടയാകും. അതേപോലെ ജ്യൂസാക്കി കഴിക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷേ ജ്യൂസാക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റുകൾ നഷ്ടപ്പെടുകയാണ്. നമ്മളത് അരിച്ച് കളയുമല്ലോ. അരിച്ച് കളയാതെ മിക്സിയിലിട്ട് ഒരാൾ അടിച്ചു, ഒരല്പം ഉപ്പ് ചേർത്തു, കുഴപ്പമില്ല. അങ്ങനെ എന്താണോ നമുക്ക് ചേർക്കാൻ കഴിയുന്നത് അങ്ങനെ ചേർത്തു, ഒരാൾ കഴിച്ചു. അത് കഴിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് അരിച്ച് കളയാതെ, അത് അടിച്ച ജ്യൂസ് അങ്ങനെ തന്നെ അതിൻ്റെ ഫൈബർ, അതിൻ്റെ ചവച്ച് തിന്നാനുള്ള ഭാഗങ്ങൾ, തൊലിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചവച്ചരച്ച് നന്നായിട്ട് ഉമ്മനീരുമായി കലർത്തി അങ്ങനെ ജ്യൂസ് ആയി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചുമ്മാ നീര് മാത്രമാക്കി എടുത്തിട്ട് അരിച്ച് കളഞ്ഞിട്ട് കുടിക്കുന്നൊരവസ്ഥയുണ്ടായാൽ അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നഷ്ടപ്പെടും. പിന്നെ അതേപോലെ നെല്ലിക്ക വേവിക്കുന്ന അവസ്ഥ, വേവിച്ചിട്ട് നെല്ലിക്ക ഒരാൾ അച്ചാറായി കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേവിച്ചിട്ട് ഒരാൾ തേൻ നെല്ലിക്ക അങ്ങനെ റെഡിയാക്കിയിട്ട് കഴിക്കുന്നുണ്ട്. അതെല്ലാം വൈറ്റമിൻ സിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ നെല്ലിക്ക അച്ചാറിടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരുപാട് മുളക് പൊടി നമ്മൾ ചേർക്കും, കാശ്മീരി ആണെങ്കിലും മറ്റതാണെങ്കിലും. അതേപോലെ തന്നെ പിന്നെ അച്ചാറ് പൗഡർ, ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവം അല്ലാഹു അലം. നമുക്ക് എല്ലാം അറിയാവോ ഇതെന്താ സാധനം എന്ന്. നമ്മളതൊക്കെ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാത്തത് പാക്കറ്റ് ഇത്തരം പൊടിച്ചു വരുന്ന സാധനങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ അതെന്താണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഉപ്പ്, സാൾട്ടിൻ്റെ വലിയൊരു കണ്ടൻറ്റ് ചേർക്കേണ്ടി വരും ഏതിൽ? അച്ചാറിൽ. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ഒരുപാട് നാൾ കേടുകൂടാതെ. അപ്പോൾ എത്രയോ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും. ഉപ്പ് ചേർക്കാതെ നമ്മൾ അച്ചാറുണ്ടാക്കി നോക്കി,
സാധാരണ പോലെയുള്ള ഒരു അളവിൽ ചേർത്തിട്ട് അച്ചാറുണ്ടാക്കിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുകളിൽ പൂപ്പൽ വരും. ഇതങ്ങനെ വരാതെ നിലനിൽക്കുന്നത് ശക്തമായ ഉപ്പിൻ്റെ അംശങ്ങൾ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ദിവസങ്ങളോളം, അതൊന്നും ശരിയായ നടപടിയല്ല. ഈ അച്ചാറ് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ മാസങ്ങളോളം കഴിക്കുമല്ലോ, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുമല്ലോ, ഒരിക്കലും അത് ശരീരത്തിന് ഗുണം ചെയ്യില്ല, വലിയ ദോഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ലത് എന്താ, പച്ചയായിട്ട് നെല്ലിക്ക കടിച്ച് തിന്നുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ ഈ ഗുണങ്ങളൊക്കെ കിട്ടും. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുള്ള, ആരോഗ്യമുള്ള, ഇമ്മ്യൂണിറ്റി പവറുള്ള, രോഗം പെട്ടെന്ന് വരാത്ത നല്ല മക്കളായി അല്ലെങ്കിൽ നല്ല ആളുകളായി നമുക്ക് മാറാൻ ഹെൽത്തി ആയിട്ട് ഒരുപാട് ഗുണം ചെയ്യും. നമുക്കങ്ങനെ കഴിക്കാവുന്നതാണ്. വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷെ പതിവായിട്ട് വെറും വയറ്റിൽ നെല്ലിക്ക കഴിക്കുക, നെല്ലിക്ക ജ്യൂസ് കഴിക്കുക, അത് ഒരിക്കലും ശരിയല്ല. ഒരു ഇടവിട്ട ദിവസങ്ങൾ, ഒരാഴ്ചയിൽ 2-3 ദിവസം വെറും വയറ്റിൽ കഴിക്കുന്നു, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഡെയിലി ഒരെണ്ണം കഴിക്കുന്ന അവസ്ഥ, അത് ചിലപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് കിട്ടിയാൽ പ്രത്യേകിച്ച് അതിനെ പരിഗണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ തേൻ നെല്ലിക്ക എന്ന് പറയുന്ന, അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയുണ്ട്. തേൻ നെല്ലിക്ക റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. അതിനകത്ത് എന്താ, അതിനകത്ത് നെല്ലിക്ക ഉണ്ടാകും, അതേപോലെ തന്നെ ഷുഗർ സിറപ്പ്, ചുമ്മാ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ശർക്കര ലായനി ചേർത്തിട്ട് ഇങ്ങനെ തേനെല്ലിക്കയായി നമുക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് മധുരമായിട്ട് കഴിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഷുഗർ കൂടും എന്നുള്ള ഗുണമല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാവില്ല. ഷുഗർ കൂടി കിട്ടും, നമ്മൾ രോഗിയാകും. പിന്നെ എങ്ങനെയാണ് അത് നാടൻ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും തേൻ നെല്ലിക്ക. അതിനെന്താ, അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും നെല്ലിക്ക വേവിച്ചിട്ട്, ഒരല്പം വേവിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ച് പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് അതിനകത്തേക്ക് തേൻ വെച്ചിട്ട് അടച്ചു വെക്കുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ വേവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക. ഓരോ നെല്ലിക്ക ജലാംശം ഉണ്ടാകാനേ പാടില്ല. ജലാംശം ഉണ്ടാകും തോറും എന്തുണ്ടാവും, പൂപ്പൽ വന്നു തുടങ്ങും, പെട്ടെന്ന് നശിച്ചു പോകാനും അല്ലെങ്കിൽ ചീഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. തേൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. ആയുർവേദിക് ഡോക്ടർമാർക്കത് 1000 നാവോടെ പറയാൻ ഒരുപാടുണ്ട്. നമ്മുടെ പഴയ കാലത്തൊക്കെ അങ്ങനെയൊക്കെ പഴമക്കാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല നാടൻ നെല്ലിക്ക കിട്ടും, നല്ല പ്യൂർ റോ ഹണി കിട്ടും, തേൻ. അപ്പോൾ രണ്ടും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും ഹെൽത്തിയാണ്. ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ശ്വാസം മുട്ട് വിട്ടുമാറാത്ത അവസ്ഥയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് തേൻ നെല്ലിക്ക അത് കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട് വിട്ടുമാറാത്ത ആളുകൾക്ക് ഗുണം ചെയ്യും. അതേപോലെ തന്നെ വായുകോപം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, മലബന്ധം, അതേപോലെ തന്നെ നമ്മുടെ കുടൽ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ്. കരളിന് നല്ല ഹെൽത്തിയാണ്. വിളർച്ച മാറും, അനീമിയ മാറും, രക്തക്കുറവ്, ഇപ്പോൾ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വലിയ ഗുണം ചെയ്യും തേൻ നെല്ലിക്ക. അതേപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാർക്ക് മനം പുരട്ട, ഓക്കാനുണ്ടാവുക, അവിടെ ഛർദി ഉണ്ടാവുക, അതിനൊക്കെ വലിയ ഗുണം ചെയ്യും തേൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ. മെൻസസ് സമയത്ത് ഓവർ ബ്ലീഡിങ് ഉണ്ടാവുക, അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഏത് തേൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ. അതേപോലെ നിത്യരോഗികളെ, പതിവായിട്ട് ആ കുട്ടിക്ക് എപ്പോഴും രോഗം, എപ്പോൾ നോക്കിയാലും മൂക്കൊലിച്ചുണ്ട്, എപ്പോൾ നോക്കിയാലും ചുമയും പനിയൊക്കെയാണ്, അങ്ങനെ അവസ്ഥയുള്ള കുട്ടികൾ, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. തേൻ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണമുണ്ടാവും. സൗന്ദര്യം ഉണ്ടാവും, കാഴ്ചശക്തി വർദ്ധിക്കും, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പക്ഷേ അത് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും തേൻ നെല്ലിക്ക നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെങ്ങനെയാണ്, തേൻ ഒറിജിനലാകണം, റോ ഹണി ആകണം. തേൻ പ്രോസസ്സ് ചെയ്തിട്ട് തേൻ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഉണ്ടാവുക. തേൻ ഒറിജിനലായിട്ട് മാത്രം കാര്യമില്ല, തേൻ റോ ഹണി ആകണം. നമ്മൾ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കി തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരുപാട് സഹോദരിമാർക്ക് നമുക്ക് തേൻ കൊടുക്കാൻ കഴിയും. അതെങ്ങനെയാണ്, അത് പ്യൂർ പച്ചയായ, അതായത് ഒന്നും നമ്മുടെ നാടൻ കൈകൊണ്ട് നമ്മൾ നേരിട്ട് നമ്മൾ അരിച്ചെടുക്കുക എന്ന് പറയുന്നൊരു ശുദ്ധീകരണമല്ലാതെ വേറെ ഒരു നിലക്കും നമ്മളൊന്നും ചെയ്യാതെ പച്ചയായിട്ട് കിട്ടുന്ന, അതിനെ റോ ഹണി എന്ന് പറയാം. ആ ഒരു ഹണി ഒരാൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. ആ ഹണിയാണ് ഒരാൾ നെല്ലിക്ക പിന്നെ ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക തേനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഇവിടെ തേൻ്റെ കാര്യത്തിൽ ആ ഒരു ശ്രദ്ധ നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഷുഗർ സിറപ്പ് കഴിച്ച് രോഗിയാകുന്ന, നമുക്ക് ഷുഗർ ഉണ്ടാകുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗുണം കിട്ടില്ല. അപ്പോൾ തേൻ പക്കയായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം, നാടൻ നെല്ലിക്ക തന്നെ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ചെറിയ നെല്ലിക്ക, വലിയ ഒരുപാട് നീരുള്ളതല്ല, നമ്മുടെ നാടൻ ചെറിയ നെല്ലിക്കയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അത് രണ്ടാമത് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയുടെ കാര്യമാണ്.
നെല്ലിക്ക നന്നായിട്ട് കഴുകി, നമ്മൾ പറഞ്ഞു വേവിക്കേണ്ട കാര്യമല്ല, വേവിച്ച ഗുണങ്ങൾ നഷ്ടപ്പെടും. നന്നായിട്ട് കഴുകി അത് നന്നായിട്ട് തുടയ്ക്കണം. ജലാംശം ഉണ്ടാകാൻ തന്നെ പാടില്ല. ജലാംശം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ കേടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതേപോലെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം വൃത്തിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ ഗ്ലാസ് പിന്നെ ബോട്ടിൽ തന്നെ നമ്മൾ എടുക്കണം. പ്ലാസ്റ്റിക് പറ്റൂല. ഗ്ലാസ് ബോട്ടിലാക്കണം, ഗ്ലാസ് ഭരണിയാക്കണം. അപ്പോൾ 1 കിലോ നെല്ലിക്ക നമ്മളെടുത്താൽ 1 കിലോ പ്യൂർ റോ ഹണി, ശുദ്ധമായ തേൻ, ഇത് രണ്ടും ഒരേ അളവിൽ നമ്മൾ 1 കിലോ ആണെങ്കിൽ ഇത് 1 കിലോ എടുക്കുക. അങ്ങനെ നമ്മൾ നന്നായിട്ട് നെല്ലിക്കയൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് അടയ്ക്കുക. അടച്ചതിന് ശേഷം നന്നായിട്ട് ഒരു തുണി കൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കുക. ആ കെട്ടി വെച്ചിട്ട് സാധാരണ പല ദിവസങ്ങളും പറയുന്നുണ്ട്, അതിലൊരു 41 ദിവസമൊക്കെ നമുക്ക് നന്നായിട്ട് വെച്ചാൽ ഈ നെല്ലിക്കയിലെ മുഴുവൻ ഗുണങ്ങളും മുഴുവൻ പിന്നെ ബെനിഫിറ്റുകളും എന്ത് ചെയ്യും, അതിൻ്റെ ഈ തേനിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ നമ്മൾ 40 ദിവസം 41 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് എടുക്കുമ്പോൾ ഈ തേനിൻ്റെ ആ കട്ടിയൊക്കെയാണ്, ആ ജെല്ലി കട്ടിയൊക്കെയാണ് പോയിട്ടുണ്ടാവും, വെള്ളം പോലെ ആയിട്ടുണ്ടാവും. കാരണം നെല്ലിക്കയുടെ ജലാംശം മുഴുവനും ഗുണങ്ങൾ മുഴുവൻ ഇതിലേക്ക് തേനിലേക്ക്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു ചവർപ്പ് ടേസ്റ്റ് ഒരു പക്ഷെ തോന്നും. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പിന്നെ നമ്മുടെ പഞ്ചസാര സിറപ്പ് അല്ലെങ്കിൽ ഈ നമ്മൾ സാധാരണ വാങ്ങുന്ന തേൻ നെല്ലിക്ക കഴിക്കുന്ന പോലെ ഭയങ്കര മധുരമായിട്ട് അങ്ങനെ ടേസ്റ്റി ആയിക്കൊള്ളണമെന്നില്ല. ചെറുതായിട്ടൊരു ചവർപ്പിൻ്റെ ടേസ്റ്റൊക്കെ കയറി വരും. ഏതായിരുന്നാലും അത് ഏറ്റവും അമൂല്യമായൊരു ഒരു മെഡിസിനാണ്, ഭക്ഷണമാണ്, മരുന്നാണ്. അത് നമുക്ക് കുറേശ്ശെ അല്പാൽപമായി ഇടയ്ക്കിടെ ഇങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിച്ച് വരുന്ന ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതിൽ തേൻ പ്രശ്നമായാൽ അല്ലെങ്കിൽ നമ്മൾ അത് റെഡിയാക്കുന്നതിൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, വൃത്തികളിൽ എവിടെയെങ്കിലും കുറവ് വന്നാൽ, ജലാംശം കയറി വന്നാൽ അവിടെയൊക്കെ കേടായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇടയ്ക്കിടെ നമ്മൾ തുറന്നു നോക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ മതിയെന്നാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നെല്ലിക്ക കൊണ്ട് കിട്ടാൻ പോകുന്ന വലിയ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നിലവിൽ വിഷാംശങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നെല്ലിക്ക ചമ്മന്തി നമുക്ക് വല്ല വിലയുണ്ടോ? ഉണ്ടോ? ആ സമയത്ത് മയോണീസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ റബ്ബേ നമ്മുടെ മക്കൾ ഓടി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഒഴിച്ചോ എന്ന് പറയാം. അതിൻ്റെ കണ്ടൻറ്റുകൾ, അതിൽ യൂസ് ചെയ്യുന്ന എണ്ണയുടെ നിലവാരം ഒന്നും നമുക്കറിയില്ല. നമ്മുടെ വീട്ടിലല്ല ഉണ്ടാക്കുന്നത്. അത് പരസ്പരം വൈരുദ്ധ്യമായത് ചേരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ടേസ്റ്റി ആയിട്ട് മാത്രം നമ്മൾ കഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ നെല്ലിക്ക ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അപ്പം തന്നെ എണീറ്റ് പോകും. ഒന്നെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ കടയിൽ പോയിട്ട് കഴിക്കും. നെല്ലിക്ക ചമ്മന്തി മണ്ണാങ്കട്ടാന്ന് പറയും. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്ത് ഉള്ളിൽ കയറിയിട്ടുള്ള വിഷാംശങ്ങളെ പുറത്ത് കളയാൻ ഇതിനേക്കാൾ വലിയൊരു മരുന്നില്ല. ഒരുപാട് ഗുണങ്ങൾ കിട്ടും, ഒരുപാട് ഗുണങ്ങൾ. പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നിലവിൽ നമ്മുടെ ഈ മരുന്നിൻ്റെ പല വിഷാംശങ്ങളും പല കെമിക്കലുകളും നേരത്തെ മുതൽ ഗുളിക കഴിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കഴിച്ചു പോയ ആളുകൾ അവരുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ വാക്സിനേഷൻ വലിയ പ്രശ്നമായി അതിൻ്റെ അംശങ്ങൾ ഉള്ളിൽ കിടന്ന് വീണ്ടും ഇങ്ങനെ രോഗമാകുന്ന ഒരു ഭയപ്പാടിൻ്റെ അവസ്ഥകൾ പലപ്പോഴും പല സമയത്തും വരാറുണ്ട് ആണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയാസ്പദമായ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയാണ്. വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും പേടി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും വേണ്ടരുതാത്ത വിഷാംശം ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു കളയാൻ ഭയങ്കര പവറാണ് നെല്ലിക്കക്ക്. അപ്പോൾ അതിൽ നിന്ന് സലാമത്താകാനും ഈ ഗുണങ്ങളൊക്കെ കിട്ടാനും ഇത് കഴിക്കുന്നതിലൂടെ കാരണമാണ്. അപ്പോൾ നമുക്കൊണ്ട് കഴിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ദിവസത്തിൽ ഒരെണ്ണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും നമ്മൾ കഴിക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ നമ്മൾ മനസ്സ് കാണിക്കണം, അതിൻ്റെ അവസരം കണ്ടെത്തണം. ഈ ചെറിയൊരു വസ്തുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിട്ടുള്ള നിഅമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പം നമ്മൾ അനുഭവിച്ചറിയണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് അള്ളാഹുവിനോട്, അള്ളാഹുവെ എനിക്ക് ഈമാൻ സലാമത്തായി മരിക്കണം. ആ ഒരു വാക്ക് മാത്രം പോരാ. നമ്മൾ അള്ളാഹുവിനോട് മരണവും ജീവിതവും മരണത്തിന് ശേഷവും ഖബറും ഹിസാബും ഈ ലോകവും പരലോകവും കംപ്ലീറ്റ് കവർ ചെയ്യുന്ന തരത്തിൽ തന്നെ അള്ളാഹിനോട് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത്, സൗഖ്യം തരണം. ആരോഗ്യത്തിൽ വേണം, കുടുംബജീവിതത്തിൽ വേണം, ജോലിയിൽ വേണം, മക്കളിൽ വേണം, പഠിത്തത്തിൽ വേണം, എൻ്റെ നന്മയിൽ വേണം, എല്ലാ ഇടപാടുകളിലും, ജീവിതത്തിൽ, മരണത്തിൽ, മരണശേഷം ഖബറിൽ, ഹിസാബ്, മഹ്ശറിൽ, എവിടെയും സൗഖ്യം. അതങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ എല്ലാം കിട്ടുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കുക, ജീവിതത്തിൽ സൗഖ്യം ചോദിക്കുക.
എന്നിട്ട് നമുക്ക് ആരോഗ്യപരമായി കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്ന വസ്തുക്കൾ അള്ളാഹു വച്ചിരിക്കുന്ന നിഅമത്തുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിസ്സാരമല്ലേ പ്രിയപ്പെട്ടവർ, നമ്മൾ എത്ര ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോന്ന് വാങ്ങുന്നത്. നിസ്സാരമായിട്ട് വാങ്ങാമല്ലോ നമുക്ക്, നിസ്സാരമായിട്ട് കഴിക്കാമല്ലോ നമുക്ക്, എത്ര ഗുണങ്ങളുണ്ട്, പരിഗണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും നമുക്ക് ഏറ്റി നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله